ഷാഫി പറമ്പിലിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ ഏത് കാലത്തും ശത്രുപാളയത്തെ വിറപ്പിക്കുന്നത് തന്നെയാണ്. പല രൂപത്തിൽ ഷാഫിയെ തകർക്കാൻ നോക്കുന്നവർക്ക് മുന്നിലേക്കാണ് കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ തെളിച്ച പോരാട്ട വീര്യത്തിന്റെ തിരിയുമായി ഷാഫി ആ 56 ഇഞ്ചുകാരനെ വെട്ടിയത്. കേരള രാഷ്ട്രീയത്തിൽ പൊരുതിക്കയറുന്ന ഒരു യുവ പോരാളിയുടെ കരുത്ത് വടകരയുടെ മണ്ണിൽ നിന്ന് സമാനതകളില്ലാത്ത പ്രകടനത്തിലൂടെ നാം കണ്ടതാണ്. ഇപ്പോൾ അതേ പോരാട്ട വീര്യം പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കണ്ണീരൊപ്പാനായി അദ്ദേഹം തെരുവിലേക്ക് പടർത്തുകയാണ്. ഒരു ദിവസം കിട്ടുന്ന 100-200 രൂപയ്ക്ക് വേണ്ടി മക്കളുടെ മുന്നിൽ കൈനീട്ടാതെ അന്തസ്സോടെ മരുന്നും ഭക്ഷണവും വാങ്ങാൻ ആഗ്രഹിക്കുന്ന പാവപ്പെട്ട അമ്മമാരുടെ വികാരമാണ് ഷാഫി പറമ്പിൽ ഉയർത്തിക്കാട്ടിയത്. തന്റെ പേരക്കുട്ടിക്ക് ഒരു 5 രൂപയുടെ മിഠായി വാങ്ങിക്കൊടുക്കുമ്പോൾ ആ മുത്തശ്ശിയുടെയും പേരക്കുട്ടിയുടെയും മുഖത്തുണ്ടാകുന്ന ആ ചെറിയ സന്തോഷമുണ്ടല്ലോ, അത് കവർന്നെടുക്കാൻ ഡൽഹിയിലെ ഏത് 56 ഇഞ്ചുകാരൻ ശ്രമിച്ചാലും അതിന് കോൺഗ്രസ് അനുവദിക്കില്ലെന്ന് ഉറച്ച പ്രഖ്യാപനം ഒരു ഭരണകൂടത്തിന് നേരെയുള്ള ശക്തമായ വെല്ലുവിളിയാണ്. സ്വന്തമായ ഒരു തോർത്തോ മാക്സിയോ കണ്ണടയോ വാങ്ങാൻ പോലും ഗതിയില്ലാത്ത സാധാരണക്കാരുടെ വയറ്റത്തടിക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ ഇത്രയും കൃത്യമായി സമ്മതിക്കാൻ മറ്റൊരു നേതാവിനും സാധിക്കില്ല. സമകാലിക രാഷ്ട്രീയ പരിസരത്ത് BJPക്കും CPMനും ഒരുപോലെ കനത്ത തിരിച്ചടിയാണ് ഷാഫിയുടെ ഈ നീക്കം. കേന്ദ്ര സർക്കാരിന്റെ പാവപ്പെട്ടവരോടുള്ള അവഗണനയെയും സംസ്ഥാന സർക്കാരിന്റെ നിസ്സംഗതയെയും ഒരേപോലെ തുറന്നു കാണിക്കാൻ ഈ സമരത്തിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞു. മകന് അസുഖം വന്ന് കിടപ്പിലായാൽ മരുമകളുടെ കയ്യിൽ മകൻ അറിയാതെ ഒരു 200 രൂപ വെച്ചുകൊടുത്ത് അവനെ ഡോക്ടറെ കാണിക്കാൻ പറയുന്ന ഒരു അമ്മയുടെ മനസ്സറിയുന്നവർക്ക് ഇത്തരം സമരങ്ങളുടെ മൂല്യം തിരിച്ചറിയാൻ കഴിയുള്ളൂ. പാവപ്പെട്ടവന്റെ ആശ്വാസത്തിന് തടസ്സമാകുന്ന ആരെയും, അത് എത്ര വലിയ അധികാരിയായാലും നേരിടുമെന്ന ഷാഫിയുടെ ആത്മവിശ്വാസം കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. CPMന്റെയും BJPയുടെയും രാഷ്ട്രീയ അജണ്ടകളെ ഒരുപോലെ പ്രതിരോധിക്കാനും സാധാരണക്കാരനെ കോൺഗ്രസിനോട് ചേർത്തു നിർത്താനും ഷാഫി പറമ്പിലിന്റെ ഇത്തരം ജനകീയ ഇടപെടലുകൾക്ക് സാധിക്കുന്നു. ഷാഫിയെ തകർക്കാൻ നോക്കുന്നവർക്കും അപ്രസക്തനാക്കാൻ ശ്രമിക്കുന്നവർക്കും മുന്നിൽ ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തി അദ്ദേഹം നടത്തുന്ന ഓരോ പ്രസംഗവും പുതിയ രാഷ്ട്രീയ ചരിത്രമാണ് കുറിക്കുന്നത്. KC വേണുഗോപാലിന്റെ കരുത്തും ഷാഫിയുടെ ഊർജ്ജസ്വലതയും ഒന്നു ചേരുമ്പോൾ അത് ശത്രുപാളയങ്ങളിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തുന്നു. ഈ പോരാട്ടം ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്ന ഷാഫിയുടെ പ്രഖ്യാപനം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൃത്യമായ സൂചന കൂടിയാണ്. മരുന്നിനും ഭക്ഷണത്തിനും വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവരുടെ സംരക്ഷണ കവചമായി കോൺഗ്രസ് തെരുവിലുണ്ടാകുമെന്ന ഉറച്ച സന്ദേശമാണ് ഈ വീഡിയോയിലൂടെ ഷാഫി നൽകുന്നത്. ഒരു ദിവസം കിട്ടുന്ന 100-200 രൂപ, ആ 100-200 രൂപയിൽ നിന്ന് അവനവന് വാങ്ങേണ്ട മരുന്നിന് മക്കളുടെ മുമ്പിൽ തുകക്ക് കൈനീട്ടേണ്ടി വരാതെ നിൽക്കുന്ന ഒരു ആശ്വാസം ഈ പ്രിയപ്പെട്ട അമ്മമാർക്ക്, സഹോദരിമാർക്കുണ്ട്. അവർക്ക് കിട്ടുന്ന ആ ചെറിയ തുകയിൽ നിന്ന് പേരക്കുട്ടികൾക്ക് ഒരു 5 രൂപയുടെ ഒരു മിഠായി വാങ്ങിക്കൊടുക്കാൻ അതിനും മകനോടും മകളോടും പൈസ ചോദിക്കാതെ അത് അവരുടെ കയ്യിൽ കൊടുക്കുമ്പോ ആ മുത്തശ്ശിയെ ചേർത്ത് പിടിക്കുന്ന പേരക്കുട്ടിയുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷത്തെ കവരാൻ ഏത് 56 ഇഞ്ചുകാരൻ തീരുമാനിച്ചാലും അതിവിടെ കോൺഗ്രസ് അനുവദിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഈ സമരം. ഈ ധർമ്മസമരത്തിന് പോരാട്ട വീര്യവുമായി കടന്നു വന്നിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അമ്മമാർ, സഹോദരിമാർ, തൊഴിലുറപ്പ് പ്രസ്ഥാനത്തിന്റെ കരുത്തായ പ്രിയപ്പെട്ട തൊഴിലുറപ്പ് പ്രസ്ഥാനത്തിന്റെ ഈ സംരക്ഷണ കവചം ഒരുക്കി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട അമ്മമാരെയും സഹോദരിമാരെയും ആദ്യമായി ഹാർദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുക. ഇവിടെ ഇരിക്കാൻ ഇരിപ്പിടമില്ലാതെ എന്റെ മുന്നിലും പുറകിലും അതുപോലെ വശങ്ങളിലുമെല്ലാം എഴുന്നേറ്റ് നിന്നും ഈ സമരത്തിന്റെ ഭാഗമാവുന്നവർ, സമാപന സമ്മേളനത്തിന്റെ സ്വാഗത പ്രസംഗം നടക്കുമ്പോഴും ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്ന പ്രിയപ്പെട്ട തൊഴിലുറപ്പ് പ്രസ്ഥാനത്തിന്റെ ചോരയും നീരുമായ സഹോദരങ്ങൾ, ഒരു കാര്യം സംശയങ്ങൾക്കിടയില്ലാത്ത വിധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുകയാണ്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഈ പ്രസ്ഥാനം ഒരു ഇഞ്ച് പുറകോട്ട് പോവില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഇന്നലെയും ഇന്നുമായി നടക്കുന്ന ഈ വലിയ സമര കാഹളം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്യുജ്വലമായ സാന്നിധ്യം, രാപ്പകൽ വ്യത്യാസമില്ലാതെ ഈ സമരത്തെ കേരളത്തെ ജനാധിപത്യ വിശ്വാസികളുടെ ശ്രദ്ധയിലേക്കും രാജ്യം ഭരിക്കുന്നവരുടെ അവരുടെ ധിക്കാരത്തിനെതിരായിട്ടുള്ള ഒരു സന്ദേശത്തിന്റെ കരുത്തുമായി മാറുകയാണ്. ഇന്നലെ കാലത്ത് പ്രിയങ്കരനായ സംഘടനാ ചുമതലയുള്ള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്ത ഈ സമ്മേളനത്തിലേക്ക് സഹപ്രവർത്തകരുടെ, സഹോദരങ്ങളുടെ, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒഴുക്ക് ഇനിയും നിന്നിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാവും. ഇത് സാധാരണക്കാരന്റെ കരുത്തിനെ കവരാൻ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റിനുള്ള അത്യുജ്വലമായ മറുപടിയാണ്
ഈ മഹാസമര സംഗമം എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഈ തുക തൊഴിലുറപ്പ് തൊഴിൽ ചെയ്ത് അവർക്ക് കിട്ടുന്ന തുക അതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് തിരിച്ചറിവുള്ള ഒരു ഗവൺമെന്റും ഈ പ്രസ്ഥാനത്തിന്റെ കടക്കലിൽ കത്തിവെക്കാൻ നോക്കില്ലായിരുന്നു. അത് വിനിയോഗിക്കപ്പെടുന്നത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണെന്ന് തിരിച്ചറിയുന്ന ഒരു ഭരണകൂടവും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരാശയങ്ങളും ഇതിനെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമങ്ങൾക്കും നേതൃത്വം കൊടുക്കില്ലായിരുന്നു. ഒരു ദിവസം കിട്ടുന്ന 100-200 രൂപ, ആ 100-200 രൂപയിൽ നിന്ന് അവനവന് വാങ്ങേണ്ട മരുന്നിന് മക്കളുടെ മുമ്പിൽ തുകക്ക് കൈനീട്ടേണ്ടി വരാതെ നിൽക്കുന്ന ഒരു ആശ്വാസം ഈ പ്രിയപ്പെട്ട അമ്മമാർക്ക് സഹോദരിമാർക്കുണ്ട്. അവർക്ക് കിട്ടുന്ന ആ ചെറിയ തുകയിൽ നിന്ന് പേരക്കുട്ടികൾക്ക് ഒരു 5 രൂപയുടെ ഒരു മിഠായി വാങ്ങിക്കൊടുക്കാൻ അതിനും മകനോടും മകളോടും പൈസ ചോദിക്കാതെ അത് അവരുടെ കയ്യിൽ കൊടുക്കുമ്പോ ആ മുത്തശ്ശിയെ ചേർത്ത് പിടിക്കുന്ന പേരക്കുട്ടിയുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷത്തെ കവരാൻ ഏത് 56 ഇഞ്ചുകാരൻ തീരുമാനിച്ചാലും അതിവിടെ കോൺഗ്രസ് അനുവദിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഈ സമരം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു മേൽമുണ്ട് വാങ്ങാൻ, ഒരു തോർത്ത് വാങ്ങാൻ, അവനവൻ ഒരു മാക്സി വാങ്ങാൻ, ഒരു സാരി വാങ്ങാൻ, ഒരു ചെറിയ ബാഗ് വാങ്ങാൻ, ഒരു മരുന്ന് വാങ്ങാൻ, ഒരു കണ്ണടയൊന്ന് മാറ്റി വാങ്ങാൻ, ചിലർക്ക് ചെറുതായിട്ടൊന്ന് മുറുക്കാൻ, അങ്ങനെ ആവശ്യം വരുന്ന ചെറിയ കാര്യങ്ങൾക്ക് നീക്കിവെക്കുന്ന തുക നിങ്ങൾ അറിയണം. അവരുടെ വീട്ടിലെ വരുമാന മാർഗമായ മകൻ, ആ മകന് അസുഖം വന്ന് കിടപ്പിലായാൽ ആ കുടുംബം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ചിലപ്പം മകൻ അറിയാതെ മകന്റെ ഭാര്യയുടെ കയ്യിലേക്ക് ഒരു 200 രൂപ വെച്ചു കൊടുത്തിട്ട് അവനോട് പോയി ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പറ എന്ന് പറയുന്ന ഒരു അമ്മ മനസ്സറിയുന്ന ഒരാൾക്കും ഈ പദ്ധതിയെ തുരങ്കം വെക്കാൻ കഴിയുമായിരുന്നില്ല.